നമസ്കാരം. ഭാരതത്തിൻ്റെ ആകാശസീമകൾക്ക് കാവലൊരുക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്കുവഹിക്കുന്ന അത്യാധുനിക പോർവിമാനങ്ങളാണ് ഫ്രാൻസിൽ നിന്നും ഇറക്കുമതി ചെയ്ത റഫാൽ യുദ്ധവിമാനങ്ങൾ. ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് വൻ കരുത്ത് പകരുന്ന ഈ വ്യോമശേഖരത്തെക്കുറിച്ച് അടുത്തിടെ ഉയർന്നു വന്ന ചില വാർത്തകളും തുടർന്നുണ്ടായ ചർച്ചകളും ആഗോള പ്രതിരോധ മേഖലയിൽ വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ പക്കലുള്ള 36 റഫാൽ യുദ്ധവിമാനങ്ങൾക്കും താൽക്കാലിക പരിപാലന പിന്തുണ ഉറപ്പാക്കുന്നതിനായി പുറപ്പെടുവിച്ച ഒരു പുതിയ കരാർ നിർദ്ദേശമാണ് ഈ ചർച്ചകൾക്ക് വഴി തുറന്നത്. മുൻപ് നടന്ന ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നീക്കത്തിനിടെ ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങൾ തകർത്തുവെന്ന പാകിസ്ഥാൻ്റെ വ്യാജ അവകാശവാദങ്ങളുടെ മുനയൊടിക്കുന്നതാണ് വ്യോമസേനയുടെ പുതിയ ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നത്. പ്രതിരോധ മേഖലയിലെ തന്ത്രപരമായ നീക്കങ്ങളും നയതന്ത്ര തലത്തിലെ പ്രചാരണ യുദ്ധങ്ങളും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുന്ന ഒന്നാണ് നിലവിലെ ഈ സാഹചര്യം. ഇന്ത്യൻ വ്യോമസേന പുറത്തുവിട്ട പുതിയ കരാർ പ്രകാരം നിലവിലുള്ള 36 റഫാൽ വിമാനങ്ങൾക്കും 5 മാസത്തെ ഇടക്കാല ബ്രിഡ്ജ് സപ്പോർട്ട് അഥവാ പരിപാലന പിന്തുണയാണ് ലക്ഷ്യമിടുന്നത്. റഫാൽ വിമാനങ്ങളുടെ നിർമ്മാണത്തിൽ പങ്കാളികളായ ഫ്രഞ്ച് കമ്പനിയായ സാഫ്രൺ എയർക്രാഫ്റ്റ് എഞ്ചിൻസിനാണ് വ്യോമസേന ഈ താൽക്കാലിക കരാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പെർഫോമൻസ് ബേസ്ഡ് ലോജിസ്റ്റിക്സ് കരാർ അന്തിമമാക്കുന്നതിലെ സ്വാഭാവികമായ കാലതാമസം കാരണം വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കോ സ്പെയർ പാർട്സ് ലഭ്യമാക്കുന്നതിനോ യാതൊരുവിധ തടസ്സവും ഉണ്ടാകാതിരിക്കാനാണ് ഈ അടിയന്തര ക്രമീകരണം. ഒരു വിമാനത്തിന് പ്രതിവർഷം 150 മണിക്കൂർ പറക്കൽ കണക്കാക്കി ഈ 5 മാസത്തെ കാലയളവിൽ മൊത്തം 2250 മണിക്കൂർ പറക്കലിന് ആവശ്യമായ സാങ്കേതിക സഹായമാണ് ഈ പദ്ധതിയിലൂടെ വ്യോമസേന ഉറപ്പാക്കുന്നത്. തികച്ചും ഔദ്യോഗികവും സാങ്കേതികവുമായൊരു സുരക്ഷാ മുൻകരുതൽ മാത്രമാണ് ഇതെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ ഔദ്യോഗിക രേഖ പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിലും പ്രതിരോധ ചർച്ചകളിലും പാകിസ്ഥാൻ്റെ പഴയ ചില വാദങ്ങൾ വീണ്ടും ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി. പഹൽഗാമിൽ പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഭാരതം നടത്തിയ സൈനിക നീക്കമായ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയുടെ ഒന്നിലധികം റഫാൽ വിമാനങ്ങൾ തങ്ങൾ വെടിവെച്ചിട്ടു എന്നായിരുന്നു പാകിസ്ഥാൻ നിരന്തരം പ്രചരിപ്പിച്ചിരുന്നത്. തങ്ങളുടെ സൈനിക മേധാവിത്വത്തെ ലോകത്തിന് മുന്നിൽ കാണിക്കാനായി പാകിസ്ഥാൻ കെട്ടിച്ചമച്ച ഈ കഥകൾ പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് വ്യോമസേനയുടെ പുതിയ കരാർ രേഖകൾ. കാരണം ഫ്രാൻസുമായി ഒപ്പുവെച്ച കരാർ പ്രകാരം ഇന്ത്യ വാങ്ങിയ 36 റഫാൽ വിമാനങ്ങളും ഇപ്പോഴും പൂർണ്ണ സജ്ജമായി വ്യോമസേനയുടെ പക്കലുണ്ടെന്ന് ഈ ഔദ്യോഗിക രേഖ വ്യക്തമാക്കുന്നു. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അവകാശവാദങ്ങൾ കേവലം വ്യാജ പ്രചാരണങ്ങളും വിവരയുദ്ധത്തിൻ്റെ ഭാഗവുമായിരുന്നുവെന്ന് ഇതോടെ ഒരിക്കൽ കൂടി ലോകത്തിൻ്റെ മുന്നിൽ തെളിഞ്ഞിരിക്കുകയാണ്. അംബാല, ഹാഷിമാര തുടങ്ങിയ അതിർത്തി വ്യോമതാവളങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന റഫാൽ വിമാനങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും മുൻനിര പോരാട്ട വീര്യത്തിൻ്റെ പ്രതീകമാണ്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അതിർത്തി കടന്ന് ശത്രു ലക്ഷ്യങ്ങൾക്ക് നേരെ കൃത്യതയാർന്ന ആക്രമണം നടത്തുന്നതിൽ റഫാൽ വിമാനങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് വ്യോമസേന ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ദൗത്യങ്ങളിൽ ഒരൊറ്റ വിമാനത്തിന് പോലും യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. വ്യോമസേനയുടെ ആഭ്യന്തര സുരക്ഷാ കണക്കുകളും വിമാനങ്ങളുടെ എണ്ണവും കൃത്യമായി സൂക്ഷിക്കുന്ന ഈ പുതിയ ടെൻഡർ പ്രക്രിയകൾ ഇന്ത്യൻ പ്രതിരോധ വകുപ്പിൻ്റെ സുതാര്യത വെളിപ്പെടുത്തുന്നതാണ്. ശത്രു രാജ്യങ്ങളുടെ വ്യാജ വാർത്തകളെ പ്രതിരോധിക്കുവാൻ ഔദ്യോഗിക സൈനിക രേഖകൾ തന്നെ നേരിട്ട് തെളിവായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. റഫാൽ വിമാനങ്ങളുടെ നിലവിലെ പരിപാലനം ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ തങ്ങളുടെ വ്യോമശേഷി വൻതോതിൽ വർദ്ധിപ്പിക്കാനുള്ള വിപുലമായ പദ്ധതികളുമായി ഭാരതം മുന്നോട്ട് പോവുകയാണ്. മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി ഫ്രഞ്ച് പ്രതിരോധ നിർമ്മാതാക്കളായ ദസാൾട്ട് ഏവിയേഷനിൽ നിന്ന് 114 പുതിയ റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഭാരതം. ഇതിനായുള്ള പ്രാഥമിക അപേക്ഷകൾ വരും ആഴ്ചകളിൽ തന്നെ ഫ്രാൻസിന് കൈമാറുമെന്നാണ് സൂചനകൾ. ഭാരത സർക്കാരിൻ്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വലിയ മുൻഗണന നൽകിക്കൊണ്ടായിരിക്കും ഈ വൻകിട കരാർ നടപ്പിലാക്കുക. സാങ്കേതികവിദ്യ കൈമാറ്റവും ഇന്ത്യയിൽ തദ്ദേശീയമായി വിമാനങ്ങളുടെ ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പങ്കാളിത്തവും ഈ പുതിയ കരാറിൻ്റെ പ്രധാന വ്യവസ്ഥകളിൽ ഉൾപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ ഇടക്കാല പരിപാലന കരാറിനെ ചൊല്ലി ഉയർന്ന ചർച്ചകൾ പാകിസ്ഥാൻ്റെ വ്യാജവാദങ്ങളെ തകർത്തുവെന്ന് മാത്രമല്ല ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി ശക്തിപ്പെടുത്തലുകളിലേക്കും ആധുനികവൽക്കരണത്തിലേക്കും വിരൽ ചൂണ്ടുന്നത് കൂടിയാണ്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിനിടയിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യങ്ങളും അതിനെ തുടർന്ന് രാജ്യം സാക്ഷ്യം വഹിച്ച രാഷ്ട്രീയ പോരാട്ടങ്ങളും ഇപ്പോഴും പ്രതിരോധ രംഗത്ത് സജീവ ചർച്ചാ വിഷയമാണ്.
പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പിന്നാലെ 2025 ജൂലൈയിൽ പാർലമെൻറ്റിൻ്റെ ലോക്സഭയിൽ നടന്ന പ്രത്യേക ചർച്ചയിലാണ് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് കൃത്യമായ രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലായിരുന്നുവെന്നാണ് പപ്പു ആരോപിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തെ 1971 യുദ്ധവുമായി നിലവിലെ സാഹചര്യത്തെ താരതമ്യം ചെയ്ത രാഹുൽ ഗാന്ധി അക്കാലത്ത് ഉണ്ടായിരുന്ന കടുത്ത രാഷ്ട്രീയ നിലപാടുകൾ ഇന്നത്തെ നേതൃത്വത്തിന് ഇല്ല എന്ന ഭയങ്കരമായ കണ്ടുപിടുത്തമാണ് നടത്തിയത്. ഈ ചർച്ചകൾക്കിടയിലാണ് വിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന അന്താരാഷ്ട്ര തലത്തിലെ പ്രചാരണങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധി പരാമർശിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ വിമാനങ്ങൾ തകർന്നു വീണിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുവാൻ പ്രധാനമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന രീതിയിലാണ് പപ്പു അന്ന് ചോദ്യങ്ങൾ ഉന്നയിച്ചത്. വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന രീതിയിലുള്ള സംശയങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കപ്പെട്ടത് പാകിസ്ഥാൻ്റെ വ്യാജ പ്രചാരണങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടി BJP ഇതിനെതിരെ അന്ന് ശക്തമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. രാജ്യത്തിൻ്റെ പ്രതിരോധ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ നരേഷനുകളാണ് പ്രതിപക്ഷം പടച്ചുവിടുന്നത് എന്നായിരുന്നു BJP അന്ന് പറഞ്ഞത്. എന്നാൽ ഈ രാഷ്ട്രീയ തർക്കങ്ങൾക്കെല്ലാം കൃത്യമായ സാങ്കേതിക തെളിവുകളോടെ മറുപടി നൽകുവാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സാധിച്ചു. ഇപ്പോൾ പുറത്തുവിട്ട ഔദ്യോഗിക ടെൻഡർ രേഖ ഈ വിവാദങ്ങൾ പൂർണ്ണമായും വിരാമമിടുന്നതായിരുന്നു. ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ 36 റഫാൽ യുദ്ധവിമാനങ്ങൾക്കും അറ്റകുറ്റപ്പണികളും സാങ്കേതിക പിന്തുണയും ഉറപ്പാക്കുന്നതിനുള്ള ഇടക്കാല ബ്രിഡ്ജ് സപ്പോർട്ട് കരാറായിരുന്നു ഇത്. ആധുനിക ലോകത്ത് യുദ്ധങ്ങൾ കേവലം അതിർത്തികളിലെ വെടിവെച്ചുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. തോക്കുകളും മിസൈലുകളും ഉപയോഗിച്ച് നടത്തുന്ന പരമ്പരാഗത യുദ്ധമുറകൾക്ക് പുറമേ ഡിജിറ്റൽ മാധ്യമങ്ങളെയും വാർത്തകളെയും ആയുധമാക്കി നടത്തുന്ന ഒരു പുതിയ യുദ്ധരീതി ഇന്ന് ആഗോളതലത്തിൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഇതിനെ വിവരയുദ്ധം അല്ലെങ്കിൽ 5th ജനറേഷൻ വാർഫെയർ എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നിരന്തരമായി വ്യാജ വാർത്തകളും കെട്ടിച്ചമച്ച കഥകളും പടച്ചുവിടുന്നത് ഈ ആധുനിക തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. ലബോറട്ടറിയിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന വൈറസുകൾ പോലെ കൃത്യമായ ആസൂത്രണത്തോടെ മാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പടച്ചുവിടുന്ന ഇത്തരം നുണപ്രചരണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാന് കൃത്യമായ രാഷ്ട്രീയ സൈനിക മനഃശാസ്ത്രപരമായ ലക്ഷ്യങ്ങളുണ്ട്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ വ്യാജ വാർത്തകൾ നിർമ്മിക്കുമ്പോൾ അവർ ലക്ഷ്യമിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ശത്രു രാജ്യത്തിൻ്റെ ആഭ്യന്തര സമാധാനവും ഐക്യവും തകർക്കുക എന്നതാണ്. ഇന്ത്യയെപ്പോലെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു ജനാധിപത്യ രാജ്യത്ത് ജാതി മത പ്രാദേശിക ചിന്തകളെ ചൂഷണം ചെയ്യാൻ പാകിസ്ഥാൻ വലിയ തോതിൽ വ്യാജ വാർത്തകൾ ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങളെപ്പോലും വലിയ രീതിയിൽ പെരുപ്പിച്ചു കാട്ടിയും പഴയതോ മറ്റ് രാജ്യങ്ങളിലെ വീഡിയോകളോ ഇന്ത്യയിലേതാണ് എന്ന രീതിയിൽ വ്യാജേന പ്രചരിപ്പിച്ചും രാജ്യത്ത് വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുവാൻ അവർ ശ്രമിക്കുന്നു. ഇന്ത്യൻ ജനതയ്ക്കിടയിൽ പരസ്പര അവിശ്വാസവും ഭരണകൂടത്തോടുള്ള അമർഷവും വളർത്തുക വഴി ഇന്ത്യയുടെ ആഭ്യന്തര സുസ്ഥിരത തകർക്കുക എന്നതാണ് ഈ സൈബർ പ്രചാരണങ്ങളുടെ പ്രധാന അജണ്ട. രണ്ടാമതായി, സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും ഭരിക്കുന്ന സർക്കാരിൻ്റെയും സൈന്യത്തിൻ്റെയും പരാജയങ്ങൾ മറച്ചു വയ്ക്കാനുമാണ് പാകിസ്ഥാൻ ഭരണകൂടം വലിയ തോതിൽ ഇത്തരം വ്യാജ വാർത്തകളെ ആശ്രയിക്കുന്നത്. പാകിസ്ഥാൻ ഇന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും രാഷ്ട്രീയ അസ്ഥിരതയിലും ആഭ്യന്തര കലാപങ്ങളിലും ഉലയുന്ന ഒരു രാജ്യമാണ്. ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളോ ഭക്ഷണമോ കൃത്യമായി നൽകാൻ കഴിയാത്ത അവസ്ഥയിൽ ജനങ്ങളുടെ അതൃപ്തി മറികടക്കാൻ അവർ എപ്പോഴും ഉപയോഗിക്കുന്ന ആയുധമാണ് ഇന്ത്യ വിരുദ്ധത. ഇന്ത്യ തങ്ങളെ ആക്രമിക്കാൻ വരുന്നുവെന്ന ഭീതി പരത്തുകയോ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള അതിർത്തി സംഘർഷങ്ങളിൽ ഇന്ത്യക്ക് വലിയ നാശനഷ്ടം വരുത്തിയെന്ന് വ്യാജമായി അവകാശപ്പെടുകയോ ചെയ്യുന്നത് വഴി പാക് ജനതയിൽ താൽക്കാലികമായൊരു ദേശീയ വികാരം ഉണർത്തുവാൻ അവർക്ക് സാധിക്കും. ഇത് പാക് സൈന്യത്തിൻ്റെ പരാജയങ്ങളെ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണ്. രാജ്യാന്തര തലത്തിൽ ഇന്ത്യയുടെ വളരുന്ന പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുക എന്നതും ഇത്തരം പ്രചാരണങ്ങളുടെ ലക്ഷ്യമാണ്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സാങ്കേതിക ശക്തികളിലൊന്നായി ഇന്ത്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ടെന്നും ജനാധിപത്യം അപകടത്തിലാണെന്നും വരുത്തി തീർക്കുവാൻ പാകിസ്ഥാൻ്റെ ഔദ്യോഗിക മാധ്യമങ്ങളും സൈബർ വിങ്ങുകളും ആഗോളതലത്തിൽ വലിയ രീതിയിൽ പണമൊഴുക്കുന്നു. ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ കശ്മീർ വിഷയം സജീവമാക്കി നിർത്താനും ആഗോള നിക്ഷേപകർക്ക് ഇന്ത്യയിലുള്ള വിശ്വാസം തകർക്കുവാനും ഇത്തരം നുണകൾ അവർക്ക് ആവശ്യമാണ്. ഇതിനായി അത്യാധുനിക AI സാങ്കേതിക വിദ്യകളും ഡീപ്പ് ഫേക്കുകളും ഉപയോഗിച്ച് ഇന്ത്യൻ സൈന്യത്തെയും നേതാക്കളെയും അപകീർത്തിപ്പെടുത്തുന്ന വ്യാജ വീഡിയോകൾ അവർ നിർമ്മിക്കുന്നു. ചുരുക്കത്തിൽ അതിർത്തിയിലെ നേരിട്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യയോട് വിജയിക്കാൻ കഴിയില്ലെന്ന ബോധ്യത്തിൽ നിന്നാണ് പാകിസ്ഥാൻ ഡിജിറ്റൽ ലോകത്തെ ഈ ഒളിപ്പോരിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. വ്യാജ വാർത്തകളിലൂടെ ഇന്ത്യൻ ജനതയുടെ ആത്മവീര്യം തകർക്കുക, സൈന്യത്തിൻ്റെ മേൽക്കോയ്മയെ ചോദ്യം ചെയ്യുക, ആഗോളതലത്തിൽ ഭാരതത്തെ ഒറ്റപ്പെടുത്തുക എന്നിവയാണ് ഇതിലൂടെ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്ന പ്രധാന ലാഭങ്ങൾ. എന്നാൽ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിരോധ മന്ത്രാലയങ്ങളും
പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെയും ഫാക്ട് ചെക്ക് യൂണിറ്റുകളും കൃത്യമായ തെളിവുകളോടെ ഇത്തരം നുണകളുടെ മുന ഓടിക്കാറുണ്ട്. ഡിജിറ്റൽ യുഗത്തിൽ അതിർത്തികൾ കാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് വ്യാജ വാർത്തകളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുക എന്നതും. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.